വൈദികനെ അധിക്ഷേപിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. ബി.ജെ.പി. എതിർത്താൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഭീഷണി. ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ കൈരളി ന്യൂസിന് ലഭിച്ചു. ഈരാറ്റുപേട്ട തിടനാട് നടത്തിയ പൊതുയോഗത്തിലായിരുന്നു ജോർജിന്റെ അധിക്ഷേപവും ഭീഷണിയും. ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം തന്നെ പൂർണ്ണമായി ചർച്ച ചെയ്യും. ഇവിടെ ഈ തെരനാട് പള്ളിക്ക് ഒരു കുഴപ്പം, ഞാൻ പള്ളിയെ പറ്റി പറയുന്നില്ല, ഞാൻ പോയി ഒന്ന് പറഞ്ഞു. തെരനാട് പള്ളി വരുന്ന അച്ഛന്മാർക്ക് എല്ലാം തിരിച്ച് കിടക്കണം. വൈദികരെ കുറ്റം പറയുന്നില്ല എങ്കിലും എല്ലാം കണ്ടുപിടി പേടിക്കേണ്ട നിങ്ങളെപ്പോഴേ കുഴപ്പം. ഇവിടെ ക്രിസ്ത്യാനി മാത്രം തെരനാട് പഞ്ചായത്തിലുണ്ടോ? അതുകൊണ്ട് ബി.ജെ.പിയെ തകർക്കണം. ഇവിടെ 1000 അച്ഛന്മാർ നമുക്ക് തകരുന്നു. ബോധമില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം അച്ഛനോട് പറയുന്നു പരസ്യമായി. അച്ഛന്റെ ഭർത്താവത്തെ നീങ്ങുന്ന ചരിത്രം ഞാൻ നോട്ടീസ് അടിച്ചാൽ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ടത് പറയുന്നു. അതെന്നെ കൊണ്ട് ചെയ്യിക്കില്ല. സ്വന്തം അപ്പനെ കൂട്ടിട്ട് ചവിട്ടി അപ്പം വീട്ടിൽ വന്നിരുന്നു. ആ അച്ഛന്റെ ഗതി ഈ അച്ഛന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നത് മര്യാദ വെറുതെ വിടുക. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, അസഭ്യവർഷവും അശ്ലീല പരാമർശങ്ങളും അലങ്കാരവും ആയുധവുമാക്കിയ പി.സി. ജോർജ് വീണ്ടും ഇപ്പോൾ ഒരു വൈദികനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശം നടത്തിയത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ബി.ജെ.പിയിൽ ചേക്കേറിയതിന് ശേഷം വലിയ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ കൂടുതൽ ശക്തമായി ഉന്നയിക്കുകയാണ് ഈ പി.സി. ജോർജ്. എന്തായിരുന്നു ഈ തിടനാട്ടിലെ വൈദികനെതിരെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? എല്ലാം കേൾപ്പിക്കാൻ പറ്റുന്നതായിരിക്കില്ല ജോർജിന്റെ വാദമെന്ന് പറയുന്നത്. ആശയപരമായി വിയോജിപ്പുള്ളവരെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് പി.സി. ജോർജിന്റെ പതിവ് രീതിയാണ്. അത് പി.സി. ജോർജ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നതിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തെടനാട് പഞ്ചായത്തിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ആ പ്രദേശത്തെ വൈദികൻ ഇടവക വികാരിയെ അതിമോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ചില പരാമർശങ്ങൾ ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുൻപ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായിരുന്ന മാർ മാത്യു വറക്കലിനെ വളരെ മോശമായ രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ അധിക്ഷേപിച്ച പാരമ്പര്യം ജോർജിനുണ്ട്. ഈ മാത്യു വറക്കലിനെ മാത്രമല്ല, ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ, വെള്ളാപ്പള്ളി നടേശനെ, ഒപ്പം തന്നെ CSDSന്റെ നേതാക്കന്മാരെ, അങ്ങനെ സമസ്ത മേഖലയിലെയും രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുക എന്നത് പി.സി. ജോർജിന്റെ പതിവ് രീതിയാണ്. അത്തരത്തിലുള്ള ഒരു രീതിയാണ് കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് നടത്തിയത്. കാരണം അധിക്ഷേപകരമായ രീതിയിൽ വൈദികൻ, അതായത് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വൈദികന്റെ ചരിത്രം താൻ വിളിച്ചു പറഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് വൈദികന് തലകുനിച്ച് നടക്കേണ്ടി വരും. ഒപ്പം തന്നെ കൂടുതൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അടിച്ച് പുറത്തിറക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വൈദികൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുമാണ് ജോർജ് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്നും വിട്ടുനിന്ന ജോർജ് ഏറ്റവും ഒടുവിൽ ബി.ജെ.പിയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം നടത്തിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സിജു. ശരി, സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വൈദികനെ അധിക്ഷേപിച്ച് പി.സി. ജോർജ് തിടനാട് നടന്ന പൊതുയോഗത്തിലായിരുന്നു ജോർജിന്റെ അധിക്ഷേപം. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.